മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദത്തിൽ നിന്നും പിന്മാറാൻ കെ.സി. വേണുഗോപാലിന് മേൽ സമ്മർദ്ദം. ഫോർമുല നിർദ്ദേശവുമായി എ.കെ. ആന്റണി രംഗത്ത്. കേരളത്തിലെ എം.എൽ.എമാരിൽ തനിക്കുള്ള സ്വാധീനം തെളിയിച്ച് മാറി നിൽക്കാനൊരുങ്ങി വേണുഗോപാൽ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായില്ലെങ്കിൽ യു.ഡി.എഫ് സംവിധാനം തകരുമെന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട്. പലവിധ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കെ.സി. വേണുഗോപാൽ പിടിവാശിയിൽ നിന്നും അയയുകയാണെന്ന് സൂചനകൾ. കേരളത്തിലെ എം.എൽ.എമാർക്കിടയിൽ തന്റെ സ്വാധീനം ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ അവകാശവാദത്തിൽ നിന്ന് കെ.സി. പുറകോട്ടു പോകാനാണ് സാധ്യത. എ.കെ. ആന്റണിയെ പോലുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ച ഫോർമുലയാണിത്. തന്റെ അണികളെ രംഗത്തേക്കിറക്കി പ്രകടനവും വൈകാരിക പ്രതികരണങ്ങളും നടത്തിയ വി.ഡി. സതീശന്റെ നീക്കം വിജയത്തിലേക്ക് നീങ്ങുകയാണ്. എം.എൽ.എമാരുടെ ഭൂരിപക്ഷം മാത്രം നോക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും പിന്മാറിക്കഴിഞ്ഞു. സകല സീമകളും ലംഘിച്ച നാണക്കേടിലേക്കാണ് മുഖ്യമന്ത്രി സീറ്റ് തർക്കം യു.ഡി.എഫിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒരുപോലെ മുഖ്യമന്ത്രി കസേരയ്ക്കായി പിടിവലികളിലാണ്. ടീം യു.ഡി.എഫായി സഖ്യകക്ഷികളെ ഒന്നിച്ചു നിർത്തി യു.ഡി.എഫിന് അഭിമാന വിജയം നേടിത്തന്നത് വി.ഡി. സതീശനാണെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ വി.ഡി. സതീശനാണെന്നാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാട്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരിൽ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ സതീശന് അല്ല എന്നത് നിരീക്ഷകനായ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലെ എം.എൽ.എമാരുടെ പിന്തുണ ലിസ്റ്റ് മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിയിരുന്നു. അതിൽ വി.ഡി. സതീശന്റെ അടുത്ത അനുയായികളടക്കം കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. സതീശനോടൊപ്പം നിന്ന് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കെ.പി.സി.സി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അടക്കം മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ വരണമെന്ന അഭിപ്രായക്കാരാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് രഹസ്യമായി നൽകിയ അഭിപ്രായം പുറത്തെത്തിച്ചത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഇതോടെ വി.ഡി. സതീശൻ ക്യാമ്പ് ഒന്നാകെ നിരാശയിലാണ്. ഉജ്ജ്വല വിജയത്തിന്റെ ആവേശപ്പെരുമകൾ കെട്ടടങ്ങുന്നതിനു മുമ്പേ പരസ്പരം പോരുവിളിച്ച് അണികൾ തെരുവിലിറങ്ങി. സതീശനു വേണ്ടിയും വേണുഗോപാലിനു വേണ്ടിയും ഫ്ലെക്സ് യുദ്ധങ്ങളും കൊഴുക്കുകയാണ്. കെട്ടിയിറക്കിയ കെ.സി. വേണ്ട, നട്ടുനനച്ചൊരു വി.ഡി. മതി എന്ന വിധത്തിൽ സതീശൻ അനുകൂലികളും ദേശീയ നേതാവ് നാടുഭരിക്കട്ടെ എന്നും ഉമ്മൻചാണ്ടിയെ ചതിച്ചവർ മാറി നിൽക്കട്ടെ എന്ന് കെ.സി. അനുകൂലികളും വൻതോതിൽ പ്രചരണം നടത്തിവരികയാണ്. ദേശീയ നേതൃത്വത്തെ വസ്തുതകൾ ധരിപ്പിക്കുന്നതിനായി ചേരിതിരിഞ്ഞ് പ്രകടനങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ കോട്ടയത്ത് വി.ഡി. സതീശൻ അനുകൂലിയായ കോൺഗ്രസ് പ്രവർത്തകൻ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണിയും നടത്തി. അത്രയധികം നാണക്കേടിലേക്കാണ് വസ്തുതകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തന്നെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ നടത്തുന്ന അണിയറ നീക്കങ്ങൾ വി.ഡി. സതീശനും വലിയ ഷോക്കായിരിക്കുകയാണ്. അത്യധികം വൈകാരികമായിട്ടാണ് ഘടകകക്ഷികളെ ഇക്കാര്യം സതീശൻ ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ സതീശന് വേണ്ടിയാണ് വാദിക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന സവിശേഷത കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയനായ INTUC നേതൃത്വം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരൻ അത് വ്യക്തമാക്കുകയും ചെയ്തു. കെ.സി. വേണുഗോപാലിന് ഹൈക്കമാൻഡിൽ വലിയ പിടിപാടാണെന്ന് ഏവർക്കും അറിയാം. രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായ കെ.സി. വേണുഗോപാലിനെ പിണക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് അപകടമാണെന്നും പുതിയ എം.എൽ.എമാർ കരുതുന്നുണ്ട്. കെ.സി. വേണുഗോപാലിനു വേണ്ടിയുള്ള ചരടുവലികൾ നിയന്ത്രിക്കുന്ന ഷാഫി പറമ്പിൽ MP പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരെ ധരിപ്പിച്ചതും ഈ വിധം അടിയൊഴുക്കുകളാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിപക്ഷ നേതാവിന് ഒപ്പം നിന്നിരുന്ന കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലും നിർണായക ഘട്ടത്തിൽ കെ.സി. വേണുഗോപാൽ പക്ഷത്തേക്ക് ചുവടുമാറാൻ പ്രധാന കാരണവും കെ.സിക്ക് ഹൈക്കമാൻഡിലുള്ള പിടിപാടിനെ ഭയന്നിട്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായത് ഹൈക്കമാൻഡാണ്. എം.എൽ.എമാരുടെ പിന്തുണ നോക്കിയാൽ വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരും. എന്നാൽ വി.ഡി. സതീശനെ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ യു.ഡി.എഫ് പ്രവർത്തകർക്കിടയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകും. ഇപ്പോൾ ലഭിച്ച ജനകീയ പിന്തുണ നഷ്ടമാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയത്. കെ.സി. വേണുഗോപാൽ നിരുപാധികം മാറി നിന്ന് സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിർദ്ദേശമാണ്
തീരുമാനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതോ മറ്റെന്തെങ്കിലും സമവായ രീതിയോ സ്വീകരിക്കാൻ ഹൈക്കമാൻഡ് നിർബന്ധിതരാകും? ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടിയുള്ള അവകാശവാദത്തിൽ നിന്ന് പിന്മാറാൻ കെ.സി. വേണുഗോപാലിനുമേൽ സമ്മർദ്ദമേറുന്നത്. എം.എൽ.എമാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും പിന്തുണ തനിക്കാണെന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി വേണുഗോപാൽ പിന്മാറാനുള്ള സാധ്യത ഏറിവരികയാണ്. ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് രീതി മോദി സർക്കാർ നടപ്പാക്കിയാൽ 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും. അപ്പോൾ കേരളത്തിലെ UDF-നെ മുന്നിൽ നിന്ന് വേണുഗോപാലിന് നയിക്കാമെന്നും കെ.സി. പക്ഷം കണക്കുകൂട്ടുന്നു. കേരളത്തിലെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിച്ചിട്ടുണ്ട്. എത്രയും വേഗം മുഖ്യമന്ത്രി തർക്കം പരിഹരിച്ചേ മതിയാകൂ. അവസാന നിമിഷം കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് VD സതീശനിലേക്ക് തന്നെ എത്തുമെന്നാണ് അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത്.